ഹേ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ നോ ടെയിൽ ടു ടെൽ എന്ന കൊറിയൻ റൊമാൻറ്റിക് ഫാൻറ്റസി ഡ്രാമയുടെ 2ാം എപ്പിസോഡാണ്. ഇതിൻ്റെ ആദ്യ എപ്പിസോഡുകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. തൻ്റെ സ്പിരിച്വൽ പവർ നഷ്ടപ്പെട്ട് തളർന്നു വീഴുന്ന യുൻഹോയെ സിയൂൾ താങ്ങി പിടിച്ചിരിക്കുന്നത് കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എന്നാൽ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പെട്ടെന്ന് ബോധം വരുന്നവൾ എഴുന്നേൽക്കുമ്പോൾ താൻ ഓക്കെ അല്ലേ എന്നും സ്ട്രെയിഞ്ചായി ഞാൻ എന്തോ കണ്ടെന്നും അവൻ അമാന്തിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ഓക്കെ ആണ്, ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞവൾ അവിടെ നിന്നും പോകുന്നു. സ്പിരിച്വൽ പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വാതിൽ കൂടി പോകാൻ കഴിയാതെ ദേഷ്യത്തിൽ അതവൾ തുറന്നിറങ്ങിപ്പോയി. നേരെ പോയത് ദൈവാരാധനയുള്ള പഗൂണിന്റെ ആശ്രമത്തിലാണ്. ദേഷ്യത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം ഒരു കമ്പി കൊണ്ട് തച്ചുടയ്ക്കുന്നു. ഇത് കണ്ടു വന്ന പഗൂൺ അനുസരിച്ചില്ലെങ്കിലും ദൈവങ്ങളോട് മര്യാദയെങ്കിലും കാണിക്കണമെന്ന് അവളോട് പറഞ്ഞു. അവിടെ തച്ചുടച്ചിട്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ പഗൂൺ ഒരു ഞൊടിയിൽ പഴയതുപോലെയാക്കി. പെട്ടെന്ന് അങ്ങനെ തൻ്റെ ശക്തി പോയി എന്നവൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇതിനുത്തരം ഞാൻ നേരത്തെ നിനക്ക് തന്നതാണ്. നിന്റെ തെറ്റിനുള്ള ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും നിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നീ മനുഷ്യവിധി എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെയെന്നും അദ്ദേഹം കൂടിച്ചേർത്തു. ഇതേ സമയം ലീ ആരെയോ കൊന്നു കുഴിച്ചു മൂടുന്നതായും കാണാം. ശേഷം സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന സിയൂൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് യുൻഹോ അവിടെ പ്രത്യക്ഷപ്പെട്ട് നിന്റെ ഒരു ആഗ്രഹം പറയാൻ പറയുമ്പോൾ പേടിച്ചു പോയ സിയൂളിന് ബസ്സും മിസ്സാവുന്നു. അതായിരുന്നു തൻ്റെ ലാസ്റ്റ് ബസ് എന്നും ഇനി 4 മണിക്കൂർ നടന്ന് വീട്ടിൽ പോകണമല്ലോ എന്നും ആലോചിച്ച് നിൽക്കുന്ന സിയൂളിനോട് ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയാൽ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നവൾ ചോദിക്കുന്നു. എർത്ത് ഫോൾഡിംഗ് അഥവാ ടെലിപോർട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നും താൻ പേടിക്കരുതെന്നും പറഞ്ഞവൾ അവന്റെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് വളരെ സ്പീഡിൽ ആൾക്കാരെ കടന്ന് അവർ പറന്നു നീങ്ങി. അവിശ്വസനീയമായ കാഴ്ചകൾ കണ്ടുവരുവായിരുന്ന സിയൂളിനെ അവന്റെ വീടിനടുത്തവൾ സെക്കൻഡുകൾ കൊണ്ട് എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ യൂറോപ്പിലും ജർമ്മനിയിലുമൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സിയൂളിനോട് ഒരു പൊങ്ങച്ചത്തിൽ ഞാൻ ചില ദിവസം എഴുന്നേൽക്കുന്നത് ന്യൂയോർക്കിലും ലഞ്ച് കഴിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമൊക്കെയാണെന്ന് പറയുന്ന അവളുടെ കയ്യിൽ സിയൂൾ പെട്ടെന്ന് പിടിച്ചു പറയുന്നു, എന്നെ ഒരിക്കൽ കൂടി കൊണ്ടുപോകാമോ എന്ന്. തൻ്റെ കയ്യിൽ അവൻ പെട്ടെന്ന് പിടിച്ചപ്പോൾ അവൾ വല്ലാണ്ടായി. ഉടൻ സ്വബോധത്തിൽ വന്നവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. അവനോട് മനുഷ്യന് അവരുടെ ആഗ്രഹങ്ങൾ പറയാതെ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ നീ തൻ്റെ ഫ്രണ്ടിനെ കാറിടിച്ചയാൾക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ശേഷം സ്ക്രീനിൽ ലീയെ പോലീസ് ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മൊഴി പറയാൻ കൊണ്ടുവന്ന ലീയെ CCTV ക്യാമറയിൽ അവന്റെ മുഖം പതിഞ്ഞ വീഡിയോ കാണിക്കുകയും അവൻ പ്രതിയാണെന്ന് അവർ മനസ്സിലാക്കിയെന്നും അറിയുമ്പോൾ വാഷ്റൂമിൽ പോയി യുൻഹോയുടെ കാർഡ് കത്തിച്ച് അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യുൻഹോ വരുന്നതേ ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്ന ലീയെ പത്രക്കാർ പൊതിയുന്നു. അവന്റെ അച്ഛനും അവനെ വിളിച്ച് ചീത്ത പറയുന്നു. ഇന്നലെ രാത്രി കുറ്റമേറ്റു പറഞ്ഞ ഡ്രൈവർ വോങ്ങിനെയാണ് അവർ കൊന്നു കുഴിച്ചുമൂടിയതെന്ന് കാണിക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അസിസ്റ്റന്റിനോട് ശരിക്കും ബോഡി കുഴിച്ചിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും ഇപ്പോഴൊന്നും അവർക്ക് ബോഡി കണ്ടുകിട്ടാൻ പോകുന്നില്ല എന്നും അവൻ പറയുന്നു. പെട്ടെന്ന് റേഡിയോയിൽ ഒരു മൃതദേഹം കാട്ടിനുള്ളിൽ നിന്ന് കിട്ടിയെന്നും അത് വോങ്ങിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞാണ് ന്യൂസ് വരുന്നത്. പെട്ടെന്ന് യുൻഹോ ലീയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് ലീക്ക് ഇത് ഇവളുടെ പണിയാണെന്ന് മനസ്സിലാവുന്നത്. ഇനി എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ എൻ്റെ ക്ലയന്റുമല്ല, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, പക്ഷെ നീ ആ സന്തോഷത്തിന് കുടിച്ച് ബോധമറ്റ് ഒരു ചെക്കനെ വണ്ടിയിടിച്ചു. എന്നിട്ട് നിന്റെ തെറ്റു മറയ്ക്കാൻ മറ്റൊരാളിനെ കുറ്റാരോപിതനാക്കി. പോരാത്തതിന് അവസാനം അയാളെ കൊല്ലുകയും ചെയ്തു. നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ പവർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എൻ്റെ പവർ തിരിച്ചു വേണം. സോ നിനക്കിനി കള്ളം പറയാനും ഒളിച്ചു വെക്കാനും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് കാർ പോവുകയും ലീ ചെയ്ത എല്ലാ തെറ്റുകളും അവിടെ നിന്ന് മീഡിയക്കാരോട് തുറന്നു പറയുകയും ചെയ്യുന്നു. അവനത് പറയാതിരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും യുൻഹോയുടെ ശിക്ഷ കാരണം അവനൊന്നും ഒളിച്ചു വെക്കാനായില്ല. പിന്നെ കാണിക്കുന്നത് യുൻഹോയ്ക്ക് അവളുടെ പവേഴ്സ് തിരിച്ചു കിട്ടുന്നതും സ്കെയിൽ ബാലൻസ് ആവുന്നതുമാണ്. ശേഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സിയൂളിനെ കാണാൻ ഒരു ട്രോളി ബാഗുമായി യുൻഹോ എത്തുന്നു. ഇത് നിനക്ക് ആവശ്യം വരുമെന്നും ലീയുടെ കാര്യം നീ പത്രത്തിൽ കണ്ടല്ലോ എന്നും പറയുന്നു. സിയൂൾ അപ്പോൾ നിങ്ങൾ ചാത്തനോ പ്രേതമോ എങ്ങാനുമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ 9-tailed ഫോക്സ് ആണെന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ അന്ന് കണ്ടത് അവളുടെ വാലുകളാണെന്ന് അവന് മനസ്സിലാവുന്നത്. നീ ഫ്യൂച്ചറിൽ വലിയ കളിക്കാരനാകും, അപ്പോൾ നിനക്ക് എൻ്റെ ആവശ്യം വരുമെന്ന് പറഞ്ഞവൾ അവളുടെ കാർഡ് അവന് നൽകുന്നു. ഇത് കത്തിച്ചാൽ എന്നെ കാണാമെന്നും കൂടെ ചേർക്കുന്നു. നിങ്ങളല്ലേ ഞാൻ ഒരിടത്തും എത്തില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഫ്യൂച്ചർ വായിച്ചത് മാറിപ്പോയതാണെന്നും അവൾ പറയുന്നു. അവളുടെ പേര് ചോദിക്കുന്നവൻ യുൻഹോ എന്ന് പറഞ്ഞവൾ അവിടെ നിന്നും പോയി.
അപ്പോഴാണ് ഫുട്ബോൾ അസോസിയേഷൻ ടീം ലീഡർ ഹ്യുൻവുനിന് പകരം നാഷണൽ ടീം സെലക്ട് ആയത് സിയൂൾ ആണെന്നും അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോകണമെന്നും പറഞ്ഞ് അവിടെ വരുന്നത്. ഇതറിഞ്ഞ് ഹ്യുൻവുനിനെ കാണാൻ പോകുന്ന സിയൂളിനോട് 1 വർഷം കൊണ്ട് ഞാൻ സെറ്റാകും, അതുവരെയും എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ നിന്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കണമെന്ന് അവൻ പറയുന്നു. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ കാലഘട്ടമാണ് കാണിക്കുന്നു. അവിടെ ആളൊഴിഞ്ഞ ദ്വീപിലിരിക്കുന്ന യുൻഹോ അവൾക്ക് ആ ഒരു ദ്വീപ് ഒറ്റയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ അത് 12 മില്യൺ ആകുമെന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞ് 11 മില്യണിന് തരാമെന്നും പറയുന്നു. അയാളോട് പൈസ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ചെക്ക് ചെയ്യുന്ന അയാൾ ഒരു പൈസയും വന്നിട്ടില്ല എന്ന് മറുപടി പറയുന്നു. അത് കേട്ട് ഞെട്ടിയ യുൻഹോയ്ക്ക് താൻ ഇത്രയും നാൾ ജോലി ചെയ്യാത്തത് കൊണ്ട് തൻ്റെ കയ്യിൽ കാശ് കഴിഞ്ഞെന്ന് മനസ്സിലാവുന്നു. പിന്നെ കാണിക്കുന്നത് ആ വർഷത്തെ 33 കളിയിലും ജയിച്ച് പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൻ്റെ ആഘോഷത്തിമിർപ്പിൽ നിൽക്കുന്ന സിയൂളിനെയും ടീം അംഗങ്ങളെയുമാണ്. സെലിബ്രേറ്റ് ചെയ്തത് മതിയെന്നും കുടിക്കുകയൊന്നും ചെയ്യണ്ട, ഇനിയും മാച്ച് ഉള്ളതാണെന്നും വീട്ടിൽ പോകാൻ പറയുന്നതും കേട്ട് എല്ലാ ടീം അംഗങ്ങളും മുഖം ചുളിക്കുന്നു. അതിലൊരു 3-4 പേർക്ക് സിയൂളിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അവൻ സ്ട്രിക്റ്റായി ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നതും ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുമൊക്കെ അവർക്കിഷ്ടപ്പെടുന്നതേയില്ല. അപ്പോൾ ടീമിലുള്ള ഒരാൾ പറയുകയാണ്, അവൻ ഇപ്പോൾ പോകുമായിരിക്കും, നമ്മുടെ ടീം ഇപ്പോൾ ഫിനാൻഷ്യലി ഡൗൺ ആണ്, സോ അവനെ കൊത്തിക്കൊണ്ടു പോകാൻ വേറെ ആൾക്കാർ വരുമെന്ന്, അതോടുകൂടി നമ്മൾ രക്ഷപ്പെടുമെന്നും. എന്നാൽ സിയൂൾ അവൻ്റെ ആ ടീമിൽ തന്നെ 5 വർഷത്തേക്ക് കൂടി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. ഇതേസമയം നാട്ടിലുള്ള ഹ്യുൻവുനിനെയാണ് കാണിക്കുന്നത്. ഒരു 2 നില വീടിൻ്റെ മുകളിൽ താമസിക്കുകയാണിപ്പോൾ അവനും അച്ഛനും. അവൻ്റെ ട്രോഫിയും മെഡലുകളും എല്ലാം അച്ഛൻ പെട്ടിയിലാക്കി പുറത്തുകൊണ്ട് കളയാൻ പോകുന്നതും നിസ്സഹായനായി ഹ്യുൻവുൻ അത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതായത് ആക്സിഡൻറ്റിന് ശേഷം അവൻ്റെ ജീവിതം ആകെ മാറി. ആക്സിഡൻറ്റ് കഴിഞ്ഞവൻ പഴയ പോലെ പെർഫോം ചെയ്യാനോ കരിയറിൽ ഒരിടത്തും എത്താനോ സാധിച്ചിരുന്നില്ല. അവൻ ആകെ ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പണ്ടത്തെ സിയൂളിനെ പോലെ ഫുഡ് ഡെലിവറി ബോയ് ആയവൻ ഇപ്പോൾ പോകുന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിയൂളിനെയും കാത്ത് യുൻഹോയും ആരാധകരുടെ കൂടെ ഉണ്ടായിരുന്നു. അവനിപ്പോൾ വലിയ സെലിബ്രിറ്റി ആണെന്നും ലക്ഷങ്ങൾ ദിവസവും അവൻ ഉണ്ടാക്കുന്നുണ്ടെന്നും അറിഞ്ഞ അവൾ അവൻ്റെ ആഗ്രഹം നടപ്പിലാക്കി കാശ് തട്ടാനായാണ് കാത്തു നിൽക്കുന്നത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സിയൂൾ അവളെ തിരിച്ചറിയുന്നില്ല. അവൾ ആരാധികയാണെന്ന് കരുതി അവളുടെ പുറത്ത് സൈൻ ചെയ്ത അവൻ്റെ പെട്ടി അവൾ വീഴ്ത്തിയിടുന്നു. എന്നിട്ട് അവൻ്റെ ബയോഗ്രഫിയിൽ കുത്തിവരച്ച് അവിടെ നിന്നും പോകുന്നു. ആ പെട്ടിയിൽ അവളുടെ കാർഡ് തെളിഞ്ഞു വരുന്നതും കാണാം. സിയോൾ നാട്ടിലെത്തിയ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഹ്യുൻവുൻ കോച്ചിനോട് താൻ വീണ്ടും ജോയിൻ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ തന്നെക്കാളും പ്രായം കുറഞ്ഞവരാണ് എല്ലാവരും, കൂടാതെ ഇനി 4-5 കൊല്ലം കളിച്ചാലും നാഷണൽ ടീമിൽ കളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് കോച്ച് അവനെ പറഞ്ഞയക്കുന്നു. സിയോൾ നാട്ടിലുണ്ടെന്നും അവൻ എന്നും അവർ കളിക്കുന്ന ഗ്രൗണ്ടിലുണ്ടാവുമെന്ന മെസ്സേജ് ഹ്യുൻവുൻ കാണുന്നുണ്ടെങ്കിലും അവൻ കാണാൻ പോകുന്നില്ല. യുൻഹോ സിയോളിനെ വശത്താക്കി നല്ലൊരു തുക തട്ടാമെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു പ്രൈവറ്റ് തീം പാർക്ക് പ്ലാൻ ചെയ്യുന്നു. അവിടേക്ക് വേണ്ട ഫർണിച്ചർ വരെ അവൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് സിയൂൾ ഇതുവരെ വിളിക്കാത്തതിനെ പറ്റി ചിന്തിക്കുന്ന അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. സ്റ്റീം ബാത്ത് ചെയ്തുകൊണ്ടിരുന്ന അവൻ അവളെ കണ്ട് ആദ്യം പേടിക്കുന്നു. പിന്നീട് അവൻ യുൻഹോ ആരെന്ന് തിരിച്ചറിയുന്നു. അവനോട് തനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് നടത്തി തരാമെന്ന് പറയുമ്പോൾ എനിക്കൊരാഗ്രഹങ്ങളുമില്ല എന്നവൻ പറയുന്നു. ഒരു തരത്തിലും ആഗ്രഹം പറയാത്ത അവനോട് അമ്മയ്ക്കോ അച്ഛനോ ആരുടെ കാര്യം പറഞ്ഞാലും നടത്തി തരാമെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൻ ഒന്നിലും അടുക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും എൻ്റെ ആവശ്യം വരും എന്നും പറഞ്ഞവൾ പോകുമ്പോഴേക്കും ഫുഡ് ഡെലിവറി ബോയ് എത്തുന്നു. എന്നാൽ ഡെലിവറി ബോയ് ആയി വന്നത് ഹ്യുൻവുൻ ആയിരുന്നു. ആവേശത്തിൽ അവനെ കണ്ട് സിയൂൾ ഞെട്ടി. ശേഷം അവരിരുന്ന് സംസാരിക്കുന്നു. ഇതേസമയം സിയൂളിൻ്റെ ലീഡറിനെ സ്റ്റാഫ് ഒരു ന്യൂസ് കാണിക്കുകയും അവരെന്തോ കണ്ട് ഞെട്ടുന്നതായും കാണിക്കുന്നു. ഹ്യുൻവുൻ്റെ അവസ്ഥകൾ തന്നോട് പറയാത്തതിനെ പറ്റി പരിഭവം പറഞ്ഞ സിയൂളിനോട് അവിടെ ടേബിളിലിരിക്കുന്ന കാർഡ് കണ്ട് അതെന്താണെന്ന് ചോദിക്കുന്ന ഹ്യുൻവുൻ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് സിയൂൾ ചോദിക്കുന്നു. അവിടെ അത് കട്ട് ചെയ്ത് എൻ്റെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ സിയൂൾ പറയുന്നത് കേൾപ്പിച്ച് ഫ്ലൈറ്റിൽ മയങ്ങുന്ന ഹ്യുൻവുനെ കാണിക്കുന്നു. കണ്ണു തുറക്കുന്ന അവൻ ഞെട്ടലോടെ ചുറ്റും നോക്കുന്നു. എയർ ഹോസ്റ്റസ് വന്ന് പേര് വിളിക്കുമ്പോൾ എൻ്റെ പേര് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ സാറിനെ ആരാ കൊറിയയിൽ അറിയാത്തതെന്ന് ചോദിക്കുന്നു. സിയൂൾ ഒരു കൊച്ചു വീട്ടിൽ കിടന്നുറങ്ങി ഉണരുമ്പോൾ അവിടെ യുൻഹോ നിൽപ്പുണ്ട്. ഞാനെന്താ ഇവിടെ എന്ന് ചോദിച്ച് ചുറ്റും ടെൻഷനോടെ നോക്കുന്ന അവനോട് നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കി എന്ന് പറഞ്ഞവൾ ചിരിക്കുന്നതും അത് പക്ഷേ ഹ്യുൻവുൻ്റെ ആഗ്രഹമല്ലായിരുന്നു എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സിയൂളിനെയും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പുതിയ എപ്പിസോഡ് കാണുന്നത് വരെ ബൈ.